അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഏറ്റവും നല്ല ഒരു ദിവസമാക്കി അല്ലാഹു നമ്മുടെ ഈ ഒരു ദിവസം മാറ്റി തീർക്കുമാറാവട്ടെ. സഹോദരി സഹോദരന്മാരെ, മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ വായനയും പഠനവുമെല്ലാം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ ഒരു ശരിയും അതിനൊരു തെറ്റുമുണ്ട്. തെറ്റാണ് എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് പഠിച്ചിരുന്ന പോലെ, വായിച്ചിരുന്നത് പോലെ കുത്തിയിരുന്ന് ഒഴിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ലൈബ്രറിയും മറ്റും ഉപയോഗപ്പെടുത്തി, പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തി വായിക്കുന്ന വായന കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതേസമയം മുമ്പത്തേക്കാൾ കൂടുതൽ വായന കൂടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈലും മറ്റും ഉപകരണങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ ധാരാളം വായിക്കാനുള്ള കണ്ടന്റുകൾ വരുന്നു, അറിയാനുള്ള കാര്യങ്ങൾ വരുന്നു. മുമ്പത്തേക്കാൾ കൂടുതൽ അറിയുകയും വായിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വാർത്തയാണെങ്കിൽ പോലും പണ്ട് പത്രം വായിച്ചാണ് നമ്മൾ വാർത്തകൾ അറിഞ്ഞിരുന്നത്. ഇന്ന് വാർത്തകള്, ഒരേ വാർത്ത തന്നെ പല വിധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ടെക്സ്റ്റ് വഴിയും വീഡിയോ വഴിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞത്, വായന എന്നുള്ളത് അത് അതിന്റെ രൂപം മാറി പുതിയ രൂപത്തിലേക്ക് മാറിയതോടുകൂടെ വായനയും വിജ്ഞാന കൈമാറ്റങ്ങളും എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മൾ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ ഇസ്ലാമികമായ പഠനങ്ങളും വായനകളും, പ്രത്യേകിച്ചും ഖുർആൻ, എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം ഖുർആനാണല്ലോ. നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഖുർആൻ വായിക്കാതെ, ഖുർആൻ പഠിക്കാതെ മറ്റേതൊരു പഠനവും അതിനൊരു കുറവുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും എല്ലാം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ഖുർആൻ വായിക്കുവാനും പഠിക്കുവാനും എമ്പാടും പ്രചോദനങ്ങൾ, കൽപ്പനകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖുർആൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ ഉള്ളിലില്ലാത്ത വായന അത് മനുഷ്യന്മാരെ ജഹാലത്തിലേക്ക് എത്തിക്കും. ഏതൊരു കാര്യവും, ദുനിയാവിൽ നടക്കുന്ന ഏതൊരു കാര്യവും, ആ കാര്യത്തെ നമ്മൾ അറിയുകയാണെങ്കിലും കാണുകയാണെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിലും അതിനെ ഖുർആന്റെ അറിവിനോട് ചേർത്താണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, ലോകത്ത് വലിയൊരു പ്രശ്നം നടക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ സംഘടനമാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീനിലുള്ള കൂട്ടക്കുരുതിയാണ്. ആ വിഷയം പല രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കുന്നു. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ടും, അല്ലെങ്കിൽ ഏകാധിപതി മറ്റൊരു അധിനിവേശം നടത്തി ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഭൗതികമായ അർത്ഥത്തിൽ പല വായനകളുമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, യഹൂദികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഫലസ്തീനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഖുർആനിൽ വന്ന പഠനം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ ഒരു വിഷയം യഥാർത്ഥ അറിവ് നമുക്ക് ലഭിക്കുക, ആ വിഷയത്തിലുള്ള യഥാർത്ഥ അറിവ് ലഭിക്കുക. അതല്ലാതെ പുറമേയുള്ള പലതരത്തിലുള്ള വായനകളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കാം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ എന്താണ് ബനൂ ഇസ്രായേലിനെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവരുടെ രീതിയെ കുറിച്ച്, അവരുടെ സംസ്കാരത്തെ കുറിച്ച്, അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെയും പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ആ വിഷയം യഥാർത്ഥത്തിലുള്ളത്,
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യവും സാമ്പത്തികവും രാഷ്ട്രീയവും കുടുംബപരവുമായ എല്ലാ കാര്യം ഇങ്ങനെ എടുത്ത് നോക്കിയാലും നമുക്ക് അത് കാണാൻ സാധിക്കും. ഖുർആനിലുള്ള അറിവ്, ആ അറിവ് ആയിരിക്കണം മറ്റെല്ലാ അറിവിലേക്കും നയിക്കുന്ന കാര്യം. മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ശരിയായ ജ്ഞാനം നൽകുന്നത് ഈ ഖുർആനുമായുള്ള ഖുർആന്റെ പഠനത്തെ, ഖുർആനിൽ വന്ന പഠനത്തെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അഥവാ നമ്മൾ കുറെ വായിക്കുന്നുണ്ടാവും, കുറെ അറിവ് നേടുന്നുണ്ടാവും. പക്ഷെ അതൊക്കെയും നമ്മൾ നേടിയെടുത്ത വിജ്ഞാനത്തിന്, ഖുർആനിക വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഖുർആൻ നമുക്ക് പല രൂപത്തിൽ പഠിക്കാം. ഖുർആനെ പല രൂപത്തിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കും. കേവലം ആസ്വാദനത്തിന് വേണ്ടി ഖുർആൻ കേൾക്കുന്ന ആളുകളുണ്ട്. പാട്ടുപോലെ മനസ്സിന് ശാന്തത നൽകുന്ന രൂപത്തിലുള്ള നല്ല മനോഹരമായ തിലാവത്ത് കേൾക്കുന്ന ആളുകളുണ്ട്. ഖുർആനെ ഒരു ആരാധന എന്ന അർത്ഥത്തിൽ, ഖുർആൻ ഓതിയ പുണ്യം കിട്ടും, ഒരു ആരാധന എന്ന അർത്ഥത്തിൽ സമീപിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും സമീപിക്കാം. അതേസമയം ഖുർആനെ പഠിക്കുന്ന ആളുകൾ, ഖുർആനെ ആയത്തുകൾ അർത്ഥം അറിഞ്ഞ് അതിന്റെ പരിഭാഷ മനസ്സിലാക്കി ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. അങ്ങനെയും ഖുർആനെ പഠിക്കണം. അത് തന്നെ രണ്ട് രൂപത്തിലുള്ള പഠനമുണ്ട്. ഖുർആന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ വെച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അൽഹംദു എന്താണ്, റബ്ബ് എന്താണ്, ആലമീൻ എന്താണ് എന്നിങ്ങനെ അറിഞ്ഞറിഞ്ഞ് അതിന് തഫ്സീർ തഹ്ലീലി എന്ന് പറയാം, വിശകലന പഠനം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം മറ്റൊരു പഠനമുണ്ട്, ഒരു വിഷയത്തെ കുറിച്ച് തഫ്സീർ മൗദൂ എന്ന് പറയാം, വിഷയാധിഷ്ഠിതമായ പഠനം. ഒരു വിഷയം, സ്വബർ, ക്ഷമ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം, ഖുർആനിൽ വന്ന ഇത് വെച്ച്, ഖുർആനിലെ ആയത്തുകൾ വെച്ച് എന്താണ് ഖുർആൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, രാഷ്ട്രീയമായ പഠനം. ഇങ്ങനെ ഓരോ കുടുംബപരമായ, വ്യക്തിപരമായ, സാമൂഹികമായ വ്യത്യസ്ത വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളൊക്കെയും വേറെ എടുത്തു പഠിക്കാം. അങ്ങനെയും ഉള്ള പഠനങ്ങള് ഖുർആനിൽ നമുക്ക് ഖുർആനെ കുറിച്ച് എമ്പാടും വന്നത് കാണാൻ പറ്റും. അങ്ങനെയും ഖുർആനെ പഠിക്കാൻ പറ്റും. നമുക്ക് ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ച് വിമർശന പഠനങ്ങളാണ്. ഖുർആൻ ഇങ്ങനെ വിമർശിക്കുക, എല്ലാവരും മുഫസ്സിരീങ്ങളാവുക, അങ്ങനെ യൂട്യൂബ് ക്യാമറ തുറന്നു വെച്ച് അങ്ങനെ പറയാ, ഖുർആനെ കുറിച്ച് മോശമായി പറയാ. ഖുർആന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം പേരുള്ള ആളുകളാണ്. അവര് ഖുർആനെ വിമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഖുർആനെ തെറ്റിദ്ധാരണ പടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, അത് നമ്മളെ മുമ്പിലേക്ക് ഇപ്പോൾ ധാരാളം വരുന്നു. അതിനൊരുപാട് വ്യൂവേഴ്സും കേൾവിക്കാരും ഒക്കെ ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പഠനം എന്നുള്ളത്, അതിനെ മറുപടി അന്വേഷിച്ചുകൊണ്ടാണ് പലരും ഖുർആനെ കുറിച്ച്, നമ്മൾ തന്നെ പലരും ഖുർആനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അതിലപ്പോ അദ്ദേഹം അങ്ങനെ പറയുന്നത്, അപ്പൊ അതിന് മറുപടി ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം. അപ്പൊ അത് വേറെ ആരെങ്കിലൊക്കെ മറുപടി പറയും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പരതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനകൾ നടക്കും. യഥാർത്ഥത്തില് അത്തരത്തിലുള്ള പഠനങ്ങൾ കൂടുതൽ വേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ എല്ലാം നമുക്കറിയാം. ഖുർആനെ കുറിച്ച് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്കൊക്കെയും ഇത്തരത്തിലുള്ള പഠനങ്ങൾ, അവര് ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒക്കെ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ, ഖുർആനെ അങ്ങോട്ട് എനിക്കും അറബി അറിയാം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അങ്ങനെ വിശദീകരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അപ്പൊ ഇതിൽ വൻഹർ എന്നുള്ളതിന് ബലിയറുക്ക എന്നുള്ള അർത്ഥമൊന്നുമില്ല എന്നാണ് ചിലർ വാദിക്കുന്നത്. അത് യഥാർത്ഥത്തില് ഖുർആനിൽ ബലിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ, അത് ഹദീസിനും അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങൾക്കും എല്ലാം എതിരായിക്കൊണ്ട് കേമന്മാരാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തഫ്സീറുകളാണ് ചില ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അത് ഖുർആൻ വായിക്കുന്ന, ഹദീസ് അറിയുന്ന, ഹദീസ് പഠിക്കുന്ന ആളുകൾക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്
അത്തരത്തിലുള്ള പഠനങ്ങൾ മറ്റു പലരും ഉത്തരം നൽകട്ടെ എന്ന് വിചാരിക്കുന്നത് വിചാരിച്ചിരിക്കാതെ നമ്മൾ തന്നെ അത്തരത്തിലുള്ള പഠനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ വായിക്കാൻ പറ്റും, നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും, വേറെ ആരെങ്കിലും ഉത്തരം നൽകും എന്ന് നമ്മൾ വിചാരിക്കാതെ നമ്മൾ തന്നെ അത്തരത്തിലുള്ള പഠനങ്ങളിൽ ഏർപ്പെടുകയും ആ അർത്ഥത്തിൽ തന്നെ ഖുർആനെ മനസ്സിലാക്കാൻ അത് റെഗുലറായി പഠിക്കണം. ദിവസവും കുറച്ചെങ്കിലും വായിക്കുക, ഖുർആനെ കുറിച്ച് പരിഭാഷകൾ വായിക്കുക, കുറച്ചെങ്കിലും തഫ്സീർ വായിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഖുർആനെ കുറിച്ചുള്ള ആ ഒരു ബന്ധം, ഖുർആന്റെ ഓരോ കാലഘട്ടത്തിലും അനുസരിച്ചുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ഖുർആനെ സമീപിക്കുക എന്നുള്ളത് നമ്മുടെ ശീലമാക്കി മാറണം. അങ്ങനെ അഹ്ലുൽ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ്, അള്ളാന്റെ റസൂൽ പറഞ്ഞ് ചില ആളുകൾ അള്ളാന്റെ സ്വന്തക്കാരായിരിക്കുന്ന, അതാരാണ്? അഹ്ലുൽ ഖുർആൻ എന്നാണ്, ഖുർആന്റെ ആളുകളായിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഖുർആന്റെ ആളുകളായിട്ട് ഖുർആനോട് ഇങ്ങനെ ആ ഒരു ബന്ധം പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോവേണ്ടത്. അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ മറ്റെല്ലാ വായനക്കും അത് സ്വാധീനം ചെലുത്തുന്ന കാര്യവുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.